ഹായ് PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 10th പ്രിലിംസ് ഇനി പഠിച്ചാൽ നമുക്ക് കിട്ടുമോ, അതേപോലെ ഞാൻ 80+ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് സ്വീകരിച്ചിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഇതാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. 10th പ്രിലിംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ മുമ്പിലുള്ളത് ആകെ ഒരു 2 മാസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഒരു പഠനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കാൻ മനസ്സിലായി ഇനി 2 മാസമേ ഉള്ളൂ എന്നുള്ളത്, അല്ലെ? ജൂലൈ 18-നാണ് 10th പ്രിലിംസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിച്ചിട്ട് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഉറപ്പായിട്ടും പറ്റുന്നതാണ് എനിക്ക് പറയാനുള്ള ഉത്തരം കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ കൂടി ശരി, ഒന്നും കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോളൂ, ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു 80+ ഞാൻ സ്കോർ ചെയ്തത് കുറച്ചായിട്ടാട്ടോ, അല്ലാതെ 2 മാസം കൊണ്ട് ഞാൻ 80+ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറ്റുന്നവരുണ്ടാവാം കേട്ടോ. ഫുൾ ടൈം ഇരുന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നവർ, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നല്ല പ്രാക്ടീസായിട്ട് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് 2 മാസം പഠിച്ചുകൊണ്ടൊന്നും അല്ല ഈ 80+ ഞാൻ സ്കോർ ചെയ്തിട്ടുള്ളത്. കുറേ എക്സാം എഴുതിയിട്ട് തന്നെയാണ് കേട്ടോ. ഏകദേശം 1 വർഷം 1.5 വർഷത്തിനു ശേഷമാണ് എനിക്ക് ആ ഒരു സ്കോറിൽ എത്താൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിന് മുന്നേ കേട്ടോ, ഞാനൊരു ബിഗിനർ ആയിരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ പ്രിലിംസ് എല്ലാം ക്ലിയർ ആവുമായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ ആ സമയത്ത് നന്നായി വർക്ക് ചെയ്യും പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യമാണ് കേട്ടോ SCRT പഠിക്കുക എന്നുള്ളത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക. 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്ററുകളും, അതായത് നമ്മുടെ സിലബസിന് ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ സിലബസ് വേണേ. ഞാൻ മെയിൻസിൻ്റെ സിലബസ് വെച്ചിട്ട് തന്നെ കേട്ടോ എല്ലാം പഠിച്ചു തുടങ്ങുക. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രിലിംസിന് വരുന്ന ടോപ്പിക്കായിരിക്കുന്നു മാത്രം. അങ്ങനെ അപ്പോൾ സിലബസ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കും ഫസ്റ്റ്, എന്നിട്ട് അതിൻ്റെ ബേസിലാണ് പഠിച്ചു തുടങ്ങുക. അപ്പം അതായത് പ്രിലിംസിന് വരുന്ന ടോപ്പിക്കുകൾ ഫസ്റ്റ് പഠിച്ച് അങ്ങോട്ട് തീർക്കും. അങ്ങനെ അതിൽ SCRT എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ട് പ്രത്യേകിച്ച് പ്രിലിംസിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് SCRT നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും അല്ലെങ്കിലും എല്ലാവരും ഇപ്പം ന്യൂ SCRT ഒക്കെ ഇറങ്ങിയതല്ലേ, അപ്പോൾ അതെല്ലാം പഠിച്ച് സെറ്റാക്കി വെക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ടാണെങ്കിലും ശരി, OMR എഴുതിയിട്ടൊക്കെ ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. ആഴ്ചയിൽ ഒരു 3 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യുക. അത് ഞാൻ ചെയ്തിരുന്നു, അതുകൊണ്ടാണ് എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ആയെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. ഒരു 80+ ഒക്കെ എന്നെ നേടാൻ സഹായിച്ചത് ഉറപ്പായിട്ടും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞാൻ റെഫർ ചെയ്തിട്ടും അതേപോലെ മോക്ക് ടെസ്റ്റ് എഴുതിയിട്ടും ഒക്കെ തന്നെയാണ്. അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം കേട്ടോ. ഇപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ കാര്യം പറയുമ്പോൾ മാത്സ് മെയിനായിട്ട് നിങ്ങൾ നോക്കിയിരിക്കണം. മാത്സിൽ നമ്മളൊരു 18 മാർക്ക് വരെയെങ്കിലും സ്കോർ ചെയ്തിരിക്കണം. 20 മാർക്കിനാണല്ലോ മാത്സ്. അപ്പോൾ അതിലൊരു 18 മാർക്ക് വരെയെങ്കിലും നമ്മൾക്ക് നേടിയിരിക്കണം. 18 ഇപ്പോൾ നെഗറ്റീവൊക്കെ ആയിട്ട് ചിലപ്പോൾ പോയാലും ഒരു 15 മാർക്ക് വരെയെങ്കിലും നിങ്ങൾ ഉറപ്പായിട്ട് മാത്സിൽ നേടിയിരിക്കണം. അപ്പോൾ മാത്സ് നല്ല സ്ട്രോങ് ആക്കുക. ഞാൻ മാത്സ് പഠിക്കാൻ തുടങ്ങിയ ശേഷമോട്ടെ എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത്. ഞാൻ മാത്സ് എനിക്ക് അത്ര വശമില്ലായിരുന്നു. ഞാൻ ഹിസ്റ്ററി ആയിരുന്നു കേട്ടോ, ഡിഗ്രിക്ക് BA ഹിസ്റ്ററി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 10ാം ക്ലാസ്സിൽ വിട്ടതാണ് മാത്സൊക്കെ. അപ്പോൾ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ ട്രിക്ക് ടേൺ ചാനലൊക്കെ കണ്ടിട്ടാണ് കേട്ടോ മാത്സൊക്കെ ഒന്ന് സെറ്റാക്കിയത്. നമ്മളെ കൊണ്ട് പറ്റും, പഠിച്ചാൽ എല്ലാം പറ്റും. എന്നെ കൊണ്ട് പറ്റിയിട്ടോ പഠിച്ചെടുക്കുന്ന. ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇതുപോലെയൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത്, ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ നമ്മളുടെ മേലെ നമ്മൾ വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തീർച്ചയായിട്ടും പറ്റാത്ത കാര്യങ്ങൾ ഇല്ല. അപ്പോൾ നിങ്ങളും ശ്രമിക്കൂട്ടോ. മാത്സൊക്കെ പേടിയാണെന്ന് വെച്ചിട്ട് ബാക്കിലോട്ട് നീക്കി വെച്ചവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് പഠിച്ചോളൂ കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. 1 2 തവണയോ ചെയ്തതുകൊണ്ട് നമുക്ക് കിട്ടണമെന്നില്ല, പക്ഷെ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് ഉറപ്പായും കിട്ടും. അത് എൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ പറയുന്നതാണ്. നിരന്തരം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. മാത്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മതി. ടോപ്പിക് ബേസിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, ഒപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും തുടങ്ങുക. അപ്പോൾ വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾ മാത്സൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണമായിരിക്കും അത്. പിന്നെ നമ്മളിപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ചോദിക്കുന്നുണ്ടല്ലോ പ്രിലിംസിൽ, ആ ഒരു ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കണ്ടെത്തിയിട്ട് ആ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനിയിപ്പോൾ നമുക്ക് സമയം കുറവല്ലേ, 2-2.5 മാസമുള്ളൂ. അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്കുകൾ പഠിക്കുക, പ്ലസ് PYQ പ്ലസ് SCRT. ഇത് 3ആണ് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞു തരുന്ന ഒരു ഫോർമുല.
ഒപ്പം മാത്സും കൂടിയുണ്ട്. മാത്സും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ സിലബസ് ബേസ് ചെയ്തിട്ട് SCRT പഠിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മെയിൻസിന് വേണ്ടി ഇപ്പോൾ നോക്കുന്നില്ലല്ലോ, അപ്പോൾ പ്രിലിംസ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ പ്രിലിംസിൻ്റെ ഭാഗത്ത് വരുന്ന SCRT ചാപ്റ്ററുകളാണ് നിങ്ങളിപ്പോൾ ആദ്യം നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ നോക്കുക, പിന്നെ മാത്സ് നോക്കുക, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ എല്ലാത്തിൻ്റെയും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മെയിൻ എക്സാമുകളുടെ ഒന്നും നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രിലിംസ് ടൈം കുറവല്ല, അതുകൊണ്ട് പറഞ്ഞതാ. പ്രിലിംസ് ഇതുവരെ നടന്നിട്ടുള്ളത് 2021 തൊട്ടിട്ട് 25 വരെ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 26 ഇപ്പോൾ ഇനി പ്രിലിംസ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ 25 വരെ നടന്നിട്ടുള്ള പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അത് ഒരുപാട് തന്നെ ഇനിയിപ്പോൾ എവിടെ നിന്ന് കിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ. 2020 ടോപ്പിക് ബേസ് ആയിട്ട് തന്നെ ഉണ്ട്. ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ എക്കണോമിക്സ്, മലയാളം പിന്നെ പ്രിലിംസിന് വരുന്നില്ല, മാത്സിൻ്റെയൊക്കെ അങ്ങനെ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റായിട്ട് എഴുതി പരിശീലിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കേട്ട് അത് നമ്മുടെ മൈൻഡിൽ സെറ്റാവും. എനിക്ക് പഠിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നവരോട് ഞാൻ പറയണം, ആരും നമുക്ക് സമയം കൊണ്ടുവന്ന് തരില്ല. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടും ആരും നമുക്ക് സമയം കൊണ്ടുവന്ന് തരാനില്ല. എന്നാൽ എക്സ്ട്രാ നീ പിടിച്ചോ 2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ആരും തരാനില്ല. നമ്മൾ തന്നെ കണ്ടെത്തണം. നമുക്ക് വേണ്ടി നമ്മളേക്കാൾ നന്നായി പ്രവർത്തിക്കുന്ന ആരുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സമയം കണ്ടെത്തുക, നമ്മളുടെ സമയം. നമ്മളുടെ ആ നല്ല സമയത്തിന് വേണ്ടി നമ്മളിപ്പോൾ സമയം കണ്ടെത്തുക, ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും. എനിക്കറിയാം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും വീട്ടമ്മമാർക്കൊക്കെ, ഞാനും ഫേസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ആ ഒരു വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുക, നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണ്. പിന്നെ എല്ലാത്തിലും ഉപരി കൺസിസ്റ്റൻസി കേട്ടോ, അത് വേണം. എല്ലാ ദിവസവും പഠിക്കണം. പ്രിലിംസ് അല്ലേ, നമുക്ക് ഒരു ദിവസം ക്യാപിറ്റാലും കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കുക ചെയ്യരുത്. PSC പഠിക്കുകയാണോ, കൺസിസ്റ്റൻസി നിർബന്ധമാണ്. അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നിങ്ങൾ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീരെ പറ്റാത്ത സമയത്താട്ടോ അരമണിക്കൂർ പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ 10th പ്രിലിംസ് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇതുപോലെ 10th പ്രിലിംസ് നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്